ഹലോ ഗൈസ്, അപ്പോൾ റിമെമ്പർ ഫീൽഡിനെ പറ്റിയുള്ള എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എഫ് സി മൊബൈലിൽ ഒരു 15K ജെംസ്, അതും രണ്ടാഴ്ചയിൽ നമുക്കിതിൽ ഉണ്ടാക്കാം. അതും ഈസി ആയിട്ട് F2P മെത്തേഡാണ്. ഒരു മണിയുമില്ല, ഹാക്കുമില്ല, സിമ്പിളാണ്. എല്ലാ F2P ആൾക്കാരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇതിലേറ്റവും അടിപൊളിയായിട്ട് വന്നത് ഡെയിലി ടാസ്ക്കാണ്. ഡെയിലി ടാസ്ക് നിങ്ങൾ എപ്പോഴും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഒരു 10K 15K എന്തായാലും കിട്ടുന്നതായിരിക്കും ജെംസ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെ, ഇപ്പോൾ ഞാൻ വെച്ചാൽ ആക്ടിവിറ്റീസ് ഇത് തന്നെ 2 ആഴ്ച നമ്മൾ കളിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലും നമുക്ക് ഡയമണ്ട് കിട്ടാനാണ്. പിന്നെ എല്ലാവരും ലോഗിൻ ചെയ്യുക. പിന്നെ അതിപ്പോൾ പുതിയ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് മണി ഇറക്കിയിട്ടുണ്ട് വീണ്ടും അവർ. അപ്പോൾ ഇതും കളിക്കുക. ഇപ്പം നിങ്ങൾ ഡിവിഷൻ റിവാർഡ്സ് എന്നൊരു 3 മാച്ച് കളിച്ചാൽ നമുക്ക് ഈ ഒരു മഞ്ഞ കളർ പോയിൻ്റ് കിട്ടും. അത് വെച്ച് ഇത് കളിക്കാമെന്നാണ്. ഇതിൽ നമുക്കൊരു മാക്സിമം ഒരു 60-30 എന്തായാലും ഒരു ഡയമണ്ട്സ് കിട്ടും. പിന്നെ റാങ്കപ്പ് കിട്ടും. ഞാൻ കളിച്ചിട്ട് എനിക്കിതുവരെയായിട്ട് ഇതിലെ സൈനിങ് ഷെഡ്സ് കിട്ടിയിട്ടുള്ള ആ സാധനം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെഗ്മെൻറ്റ് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ ആൾക്കാർ പോലും ഇത് എടുക്കാറില്ല. ആൾക്കാരിപ്പോൾ ഞാനും അങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല. ഈ സാധനം ഈ വാച്ച് 3 പ്രാവശ്യം നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ 300 ഡയമണ്ട് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടും. ഒരു ദിവസം 300 രൂപ. അപ്പോൾ 300 ജെംസ്. അപ്പോൾ ഇത് കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ജെംസ് ഉണ്ടാവണതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇതൊരു F2Pക്ക് വേണ്ടി പറ്റിയൊരു സാധനമാണ്. പിന്നെ മൂന്നാമത്തെ സെഗ്മെൻറ്റാണ് ഡിവിഷൻ റിവാർഡ്സ്. ഇപ്പോൾ ഡിവിഷൻ റിവാർഡ്സ് ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടുള്ള. ഇപ്പോൾ ഡിവിഷൻ റിവാർഡ്സ് എല്ലാവരും നോക്കുക. ഡിവിഷൻ റിവാർഡും കാര്യങ്ങളെല്ലാം നോക്കുക. റാങ്കപ്പ് ഉണ്ടാവും, ടീം ബിൽഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എല്ലാവരും ഇത് നോക്കുക. പിന്നെ നിങ്ങളിത് FC ചാമ്പ്യൻ അടിക്കാൻ 16 ഡയമണ്ട്സ്. FC ചാമ്പ്യൻ അടിക്കാണ്ട് നിങ്ങളൊരു 10 സ്റ്റാറെങ്കിലും ഒപ്പിക്കാൻ നോക്കുക. അതാണ് നമ്മളെ കൊണ്ട് F2P പ്ലേസിന് പറ്റുള്ളൂ. പിന്നെ അത്രയും നല്ല ടീം F2P നല്ല ലക്കുള്ള ടീമും നല്ല സ്കിൽസും ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 20 സ്റ്റാർസും ഒപ്പിക്കാമെന്നാണ്. 20 സ്റ്റാർസും അത് തന്നെ. ഈ ഡിവിഷൻ റിവാർഡ്സ് തന്നെ ഇതും ഈ ഹെഡ് ടു ഹെഡും മാനേജർ മോഡും എല്ലാം കൂടി ആക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു വീക്കിലി ഇപ്പം നിങ്ങൾ എല്ലാത്തിലും ജയിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഇത് കണ്ടോ, ഞാനിപ്പോൾ 5ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാണെങ്കിൽ തന്നെ ഓരോ ആഴ്ച ഡയമണ്ട് വരെ തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്കൊരു എല്ലാത്തിൻ്റെയും കൂടി ചാമ്പ്യൻ അടിച്ചതും കൂടി അവിടെ നിന്ന് തന്നെ നമുക്കൊരു ആഴ്ച തന്നെ നല്ലൊരു രീതിയിലുള്ള ഡയമണ്ട്സ് കിട്ടണമായിരിക്കും. ഏകദേശം ഒരു 60K എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 15K നേരെ 60K എന്തായാലും കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പിന്നെ ഒരു കാര്യം, മെയിനായ സെഗ്മെൻറ്റാണ് ഈ സാധനം വരുമ്പോൾ നിങ്ങൾ ജെംസ് സേവ് ചെയ്യുക. ഇപ്പോൾ ഈ 2 ആഴ്ച നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇതാണ് മെയിൻ. പിന്നെ നമ്മുടെ 4ാമത്തെ സെഗ്മെൻറ്റാണ് ലീഗ് റിവാർഡ്സ് അങ്ങനെ ആരും അങ്ങനെ നോക്കാറില്ല. എൻ്റെ ഇപ്പോഴത്തെ ലീഗ് ജസ്റ്റ് പാനാണ്. ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ ജസ്റ്റ് ലെഫ്റ്റ് അടിക്കുക. അതിപ്പം ക്വിസ്റ്റ് ചെയ്യുക. റിവാർഡ്സ് നിങ്ങൾ ടീം വർക്ക് ആണെങ്കിൽ ഇത് സുഖമായിട്ട് ഇവിടത്തുള്ള ഡയമണ്ട്സ് തന്നെ നിങ്ങൾക്ക് ഒപ്പിക്കാം. 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20K എങ്കിലും ഇതിൽ നിന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ കുറേ ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഇപ്പോൾ ഈ ടോട്ട് സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയമണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലീഗിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയമണ്ട്സ് കിട്ടുന്നതാണ്. പിന്നെ ആഴ്ചയിൽ നല്ലൊരു നിങ്ങൾ ലീഗാണെങ്കിൽ ഒരാഴ്ച എന്തായാലും നിങ്ങൾക്കൊരു 7K അല്ലെങ്കിൽ 10K ജെംസ് എങ്കിലും കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ 5th സെക്കൻഡാണ് പിന്നെ ടീം ബാഡ്ജ്. ഈ ടീം ബാഡ്ജ് ഇപ്പോൾ ഇവിടെയാണ്. ഇതിപ്പോൾ നിങ്ങൾ ടീം ബാഡ്ജ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ടീം OVR കൂടുകയും ചെയ്യും. പിന്നെ നമ്മുടെ F2P പ്ലേയേഴ്സിന് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അത് ഇച്ചിരി പാടായിരിക്കും. ഇത് തന്നെ നമ്മൾ ഫുൾ ബാഡ്ജ് ആക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു OVR നമുക്ക് എന്തെങ്കിലും പ്ലസ് കിട്ടുന്നതാണ്. ടീം OVR ഒരു പ്രാവശ്യം നമുക്ക് ഒരു കൂടി പ്ലസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും മാക്സിമം നമ്മളെ കൊണ്ട് F2P പ്ലേയേഴ്സിന് എന്തായാലും ലെവൽ 5 വരെ മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടീം ബാഡ്ജ് റിവാർഡ്സ് ഇവിടെ റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ 5000 ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ
നല്ല രീതിയിലുള്ള ഒരു 5K ജെംസിന് കൂടുതൽ കിട്ടണം. എന്തായാലും ഇത്രയൊക്കെ എത്താൻ നല്ല പാടാണ്. അപ്പോൾ ഇത് പറ്റണ രീതിയിൽ നോക്കുക, ഒരു മാക്സിമം ഒരു ലെവൽ 5 ഒപ്പിക്കാൻ നോക്കുക. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു 20K ജെംസൊക്കെ ഒപ്പിക്കാൻ പറ്റും, സുഖമായിട്ട് ഒപ്പിക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ ഇവന്മാർ നമുക്ക് വേണ്ടി ഇപ്പോൾ ലൈവ് ഇവൻസിൽ നമുക്കിത് കൊണ്ടുവന്നുണ്ട്, സ്കൗട്ടിങ് ക്യാമ്പാണോ? സ്കൗട്ടിങ് ക്യാമ്പല്ല, സോറി സ്കൗട്ടിങ് ബാങ്ക് അല്ല. ഇവിടെ നമുക്ക് ചലഞ്ച് മോഡിൽ ഇതേ അൾട്ടിമേറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് 5000 ഡയമണ്ട്സ് സുഖമായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ മാച്ചാണ്, ഒരു മാച്ച് 500 അങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് ബോറടി തോന്നുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് ഇവിടെ റാങ്ക് അപ്പ് ഉണ്ട്, വീക്കെൻഡ് കപ്പിൽ റാങ്ക് അപ്പ് ഉണ്ട്. പിന്നെ ഡെയിലി ചലഞ്ചാണ് ഏറ്റവും അണ്ടർ റേറ്റഡ്. 500 ഡയമണ്ട് കിട്ടും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഒരു 1K ജമ്പെങ്കിലും ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ 2 ആഴ്ച, ഇപ്പോൾ ഈ പ്ലാൻ ഫുള്ളും ഇതോടെ തീരുകയാണ്. പക്ഷേ ഈ 2 ആഴ്ച നിങ്ങൾക്ക് ഈ ഫുള്ളും ഇത് ഈ 15 അല്ലെങ്കിൽ 16K പ്ലസ് ജെംസ് വേണമെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 ആഴ്ച നിങ്ങൾ ജെംസ് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നിട്ടുണ്ട്, ഒലീസ് വന്നിട്ടുണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വേണമെങ്കിൽ തന്നെ അടുത്ത ആഴ്ച ഇവർ എന്തായാലും കാണും സൈനിങ്ങിന്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എന്തായാലും ജെംസൊക്കെ 2 ആഴ്ച കൊണ്ട് ഇവർ എത്ര ആളുണ്ടാവും നോക്കട്ടെ. ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് 2 ആഴ്ച അതിന് ശേഷം നിങ്ങൾ അതിന് കിട്ടുന്ന പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങൾ ഷെയ്ഡ്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ വാങ്ങുക, അല്ലെങ്കിൽ ഒലീസിനെ വാങ്ങുക. ഒലീസിനെ കിട്ടാൻ ഇച്ചിരി പാടാണ്, എന്നാലും നമ്മുടെ FTP പ്ലേയേഴ്സിന് പറ്റണ രീതി നോക്കുക. പിന്നെ റൊണാൾഡോനെ അവർ അത്യാവശ്യം ചീപ്പാക്കിയിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന പ്ലേയേഴ്സിനൊക്കെ ആക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതിനെ പോലെ നല്ല അടിപൊളി കണ്ടൻറ്റായിട്ട് നമ്മൾ ഇതിനും മുന്നായിരിക്കും. അപ്പോൾ ബൈ.